നീ അല്ല വീട്ടിൽ കയറിയത്. സത്യം പറയടാ, സത്യം പറയടാ. നീ അല്ലേ കയറിയത്? പറയടാ, പറയടാ, സത്യം പറയടാ. ഞാനല്ല സാറേ, പറയടാ, ഇടിക്കല്ലേ സാറേ, നീ അല്ലേ കയറിയത്? പറയടാ, സത്യം പറഞ്ഞു അല്ലെങ്കിൽ ഇവിടെ ഇട്ട് ഇടിച്ചേ കൊല്ലും. പറയടാ, നീ എന്നെ വിട്ടു. സത്യം പറഞ്ഞു. നീ അല്ല വീട്ടിൽ കയറിയത്. പറയടാ, സത്യം പറയടാ. നീ അല്ല കയറിയത്. നീ അല്ലടാ കയറിയത്. ഞാൻ കേറിയിട്ടില്ല സാറേ. പറയടാ, സത്യം പറയടാ. നീ എന്നടാ വീട്ടിൽ കയറിയ? പറയടാ. എന്റെ പൊന്നു സാറ്, എനിക്കൊന്നും അറിയത്തില്ല സാർ. ഞാൻ മോഷണം നിർത്തി വർഷങ്ങളായി സാറ്. നിർത്തിയ മോഷണം നീ എന്നാണ് തുടങ്ങിയെന്നാണ് എനിക്ക് അറിയേണ്ടത്. പറയടാ, പറയടാ. നീ എന്നെ കയറിയത്. പറയടാ, പറയടാ. മതി ഗോപാല, മതി. ഇടിച്ചിട്ടുണ്ടല്ലോ നിന്റെ താട്. നീ ആരാടാ? പൃഥ്വിരാജ. എന്തൊരു നാറ്റോടാ. വിളിക്കയില്ല. ജാസ്മിൻ വിഷമിക്കണ്ട, ഞാൻ എങ്ങനെയെങ്കിലും ആ കളനെ പോക്കും. തന്നെ ഇന്നലെ കണ്ടുമുട്ടിയെങ്കിലും ഇത്ര പെട്ടെന്നൊരു പരാതിയായിട്ട് തന്റെ മുമ്പിൽ വരേണ്ട വരുമെന്ന് ഞാൻ കരുതിയില്ല. ഓ, അതൊന്നും സാരമില്ലടോ. ഈ മോഷണം പോയ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് പരാതിയിൽ വിശദമായിട്ട് എഴുതിയിട്ടുണ്ടല്ലോ അല്ലേ? എല്ലാം വിശദമായിട്ട് എഴുതിയിട്ടുണ്ട്. മറ്റെന്ത് കിട്ടിയില്ലെങ്കിലും എനിക്ക് എന്റെ താലിമല തിരികെ കിട്ടണം. 100%. എന്തായാലും സർ പതിപോലെ തന്നെ കഥകം ചെല്ലൊന്നും തകർത്തിട്ടില്ല. പിന്നെ പട്ടി ഇപ്പോഴും മയക്കത്തിലുണ്ട് സർ. ഈ ജോലിക്കാരി ആളെങ്ങനെയുണ്ട്? നല്ല സ്ത്രീയാ. കഴിഞ്ഞ 10 വർഷത്തിലേറെയായിട്ട് അവൾ എന്റെ കൂടെ ഉള്ളതാ. ഈ രാത്രി എത്ര മണിക്കാണ് നിങ്ങൾ വാതിലുകളൊക്കെ അടയ്ക്കുന്നത്? ഒരു 8-8:30. അതിനു മുമ്പ് പട്ടി അഴിച്ചോടും. അപ്പൊ അതിനു മുമ്പ് കള്ളനകത്ത് കയറി. സാറേ, ആ ജോലിക്കാരിക്ക് സാറിനോട് എന്തോ പറയണമെന്ന്. വിളിക്കേ സർ. ഇപ്പോഴത്തെ കാലത്ത് ആരും വിശ്വസിക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ്.